പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇക്കഴിഞ്ഞ നവംബർ 5-ാം തീയതി കേരള ഹൈക്കോടതി ശബരിമല പെരുങ്കൊള്ളയുമായി ബന്ധപ്പെട്ട് നടത്തിയ 8ാമത്തെ ഇടക്കാല ഉത്തരവിലെ എത്രാമത്തെ പേജാണ്, 25-26 പേജുകളിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ചില കാര്യങ്ങൾ പറഞ്ഞു. അത് വലിയ വ്യാപകമായിട്ടൊന്നും ചർച്ച ചെയ്യപ്പെട്ടു പോയി ഒന്നുമില്ല. പക്ഷേ വളരെ നിർണായകമായിട്ടുള്ള ചില കാര്യങ്ങളാണ് ചർച്ച ചെയ്യപ്പെടാതെ പോയ ദേവസ്വം ബെഞ്ചിന്റെ നവംബർ 5 വിധിന്യായത്തിൽ 25-26 പേജുകളിൽ ഉൾപ്പെട്ടിരുന്നത് എന്ന് എൻ്റെ പ്രേക്ഷകരോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. നമ്മളെന്നാ വിധിന്യായത്തിൽ ചർച്ച ചെയ്തത് ഇതിന്റെ അന്താരാഷ്ട്ര ബന്ധം, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗൂഢാലോചനയുടെ കാര്യങ്ങൾ, അതൊക്കെ തന്നെയാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ചർച്ച ചെയ്യപ്പെടാതെ പോയൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. ആ വിഷയം ഏറ്റവും അതിനിർണായകമായി ഇനി വരാൻ പോകുന്നു എന്നാണ് എനിക്ക് നിരീക്ഷിക്കാൻ കഴിയും. അതെന്താന്ന് ചോദിച്ചാൽ 29-ാം പാരഗ്രാഫിൽ പേജ് 25 അത് പറഞ്ഞത് നീഡ് ടു കണ്ടക്ട് സയന്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ, ശാസ്ത്രീയമായിട്ടുള്ള പരിശോധന നടത്തേണ്ടതിന്റെ ആവശ്യം. അത് 29-ാം ഖണ്ഡികയിലാണ് അതിന്റെ വിശദാംശങ്ങൾ പറയുന്നത്. അതിങ്ങനെയാണ്: The SIT has requested that permission be granted to the SIT to carry out scientific investigation and to arrive at a conclusion with regard to the actual loss of gold in 2019. അതായത് 2019 യഥാർത്ഥത്തിൽ എത്ര സ്വർണം നഷ്ടപ്പെട്ടു എന്നത് സംബന്ധിച്ച് കൃത്യമായൊരു നിരീക്ഷണത്തിൽ എത്തുന്നതിന് വേണ്ടി ഒരു ശാസ്ത്രീയ പരിശോധന നടത്തണം എന്ന്, ശാസ്ത്രീയ പരിശോധന നടത്തുന്നതിനുള്ള അനുവാദം വേണമെന്ന് SIT ആവശ്യപ്പെട്ടിട്ടുണ്ട്. As the Dwarapalagas which were gold plated in 2025 were refixed after obtaining orders from this court. അതായത് 2025 സ്വർണം പൂശിയ ദ്വാരപാലകരെ തിരിച്ച് റീഫിക്സ് ചെയ്തത് ഈ കോടതിയുടെ അനുവാദത്തോടു കൂടി ആയതിനാൽ it is necessary to carry out the scientific examination in a diligent manner. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മതയോടുകൂടി വേണം ഈ ശാസ്ത്രീയമായിട്ടുള്ള പരിശോധന നടത്താൻ. We direct the SIT to ensure completion of all tests on or before 15/11/2025, on which day the Nada opens for the Mandala മകരവിളക്ക് സീസൺ. അതായത് മണ്ഡല മകരവിളക്ക് സീസണിന് നട തുറക്കുന്നതിന് മുമ്പ്, അതായത് 15/11/2025 നട തുറക്കുന്നതിന് മുമ്പ് ഈ പരിശോധനകളെല്ലാം പൂർണ്ണമാക്കണം എന്ന് ഞങ്ങൾ SITയോട് വ്യക്തമാക്കുന്നു, ഞങ്ങൾ ഉത്തരവിടുന്നു. എന്നിട്ട് ഒരു 5 പരിശോധനകൾ നടത്തണം എന്ന് ഹൈക്കോടതി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനോട് പറയുന്നു. അതിലൊന്ന്, വെയിങ് ദ ദ്വാരപാലക ഐഡൽ പ്ലേറ്റ്സ് ആൻഡ് സൈഡ് പില്ലർ പ്ലേറ്റ്സ് which were gold plated during 2019 and 2025. അതായത് 2019 2025 ഗോൾഡ് സ്വർണം പൂശിയ ദ്വാരപാലക ശില്പങ്ങളുടെ പ്ലേറ്റുകളും അതിന്റെ സൈഡ് പില്ലർ പ്ലേറ്റുകളും അതിന്റെ തൂക്കം എടുക്കണം. 2, weighing the side door frame plates and connected plates which were gold plated during 2019. അതായത് 2019 സ്വർണം പൂശിയ സൈഡ് ഡോർ ഫ്രെയിംസും കട്ടളപ്പാളികളും ബന്ധപ്പെട്ട കണക്റ്റഡ് പ്ലേറ്റുകളും, അത് അതിന്റെ കാരണം എന്ന് വെച്ചാൽ അത് തിരിച്ചു വെക്കുന്ന സമയത്ത് അതിന്റെ തൂക്കം എടുത്തിരുന്നില്ല, അതുകൊണ്ട് അതിന്റെ തൂക്കം എടുക്കണം. 2. 3, ടേക്കിംഗ് എ സർട്ടൺ പീസ് ഓഫ് ദ ക്ലാഡഡ് ഗോൾഡ് ഫ്രം എനി ഓഫ് ദ സിമിലർ പില്ലേഴ്സ്. ഈ സമാന്തര സിമിലർ ആയിട്ടുള്ള ഈ പില്ലറുകളിൽ നിന്ന് പിന്നെ പൊതിഞ്ഞ സ്വർണത്തിന്റെ ചില ഭാഗങ്ങൾ എടുക്കണം. എന്തിന്? ഫോർ അസസിംഗ് ദി ആക്ച്വൽ ക്വാളിറ്റി ഓഫ് ഗോൾഡ് പ്ലേറ്റഡ് ഓൺ ദ ക്വസ്റ്റ്യൻഡ് പ്ലേറ്റ്സ് ആൻഡ് ദി ആക്ച്വൽ ലോസ് ഓഫ് ഗോൾഡ് ഡ്യൂറിംഗ് ദി ട്രാൻസാക്ഷൻ ഇൻ 2009. അങ്ങനെ ഗോൾഡ് എടുക്കുന്ന എന്തിനാണ്? അതിൽ ഈ പറയുന്ന പ്ലേറ്റുകളിലെ വേണ്ടി ഉപയോഗിച്ച യഥാർത്ഥ സ്വർണത്തിന്റെ തൂക്കം എത്രയാണെന്ന് മനസ്സിലാക്കാനും 2019 എത്ര സ്വർണം നഷ്ടപ്പെട്ടു എന്നുള്ളത് മനസ്സിലാക്കാനും. അതാണ് 3ാമത്. 4, മെഷറിംഗ് ദി ഏരിയ ഓഫ് ദി പ്ലേറ്റ്സ് ഇൻവോൾവ് ഇൻ ദ കേസ്. ഈ കേസിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള പ്ലേറ്റുകളുടെ വിസ്തീർണം എത്രയാണെന്നുള്ളത് മെഷർ ചെയ്യും.
5. Taking samples of copper from the gold Dwarapalaga idol plates, side door frames, along with any of the existing plates which were not handed over for gold plating in order to weigh, അതായത് സ്വർണം പൂശാൻ വേണ്ടി കൊടുത്തു വിടാത്ത ദ്വാരപാലക ശില്പങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ സൈഡ് ഡോർ കട്ടളപ്പാളികളിൽ നിന്നുമുള്ള ചെമ്പിന്റെ സാമ്പിളുകൾ എടുക്കുക. എന്തിനാണ്? ഇൻ ഓർഡർ ടു വെരിഫൈ ദി ആക്ച്വൽ ഫാക്ട്സ് ഓൺ ദി അലിഗേഷൻ ദാറ്റ് ദി ഐഡൽ പ്ലേറ്റ്സ് മൈറ്റ് ഹാവ് ബീൻ സ്വാപ്ഡ്. അതായത് ഈ ദ്വാരപാലക ശില്പങ്ങൾ വിറ്റതാണോ എന്നുള്ള ആരോപണത്തിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ വേണ്ടി ആണ് ഈ ചെമ്പ് പാളികൾ എടുക്കേണ്ടത്. അപ്പോൾ 5 ശാസ്ത്രീയ പരിശോധനകൾ നടത്താനാണ് ഈ നവംബർ 5 വിധിന്യായത്തിലെ 29 ഖണ്ഡികയിൽ കോടതി SITയോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. സുഹൃത്തുക്കളെ, ഈ പരിശോധന ഈ പെരുങ്കൊള്ള കണ്ടുപിടിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ നിർണായകമായിരിക്കും എന്ന് എൻ്റെ പ്രേക്ഷകരോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. കാരണം ഈ ദ്വാരപാലക ശില്പങ്ങള്, വാതില്, കട്ടളപ്പാളി, പീഠങ്ങൾ ഇതൊക്കെ തന്നെ സ്വർണം പൊതിഞ്ഞതായിരുന്നുവെന്നും അത് അനധികൃതമായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിൽ നിന്ന് പുറത്തു പോകാനുള്ള അനുവാദം നൽകപ്പെട്ടിരുന്നുവെന്നും ആ കൊണ്ടുപോയിട്ടുള്ള ഇവയെല്ലാം തന്നെ ആഴ്ചകളോളം തൻ്റെ കയ്യിൽ സൂക്ഷിച്ചതിന് ശേഷം പല കോടീശ്വരന്മാരുടെ വീടുകളിലൊക്കെ കൊണ്ടുപോയി പൂജ നടത്തിയതിന് ശേഷമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം പൂശി ഇത് തിരിച്ചു കൊണ്ടുവന്നതെന്നും വളരെ കൃത്യമായി ദേവസ്വം ബെഞ്ച് പല വിധിന്യായങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ആ പറയുമ്പോഴൊക്കെ തന്നെ ദേവസ്വം ബെഞ്ച് പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത് വിറ്റതാണോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട് എന്നുള്ളതാണ്. അത് വാതിലിന്റെ കാര്യത്തിലാവട്ടെ, കട്ടളപ്പാളിയുടെ കാര്യത്തിലാവട്ടെ, ദ്വാരപാലക ശില്പങ്ങളുടെ കാര്യത്തിലാവട്ടെ, അതിനെക്കുറിച്ചൊക്കെ പറയുമ്പോഴും ദേവസ്വം ബെഞ്ച് ഉന്നയിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംശയം, ഇത് സ്വർണം പൊതിഞ്ഞത് കൊണ്ടുപോയിട്ട് അത് വിറ്റിട്ട് സ്വർണം പൂശി ഉണ്ണികൃഷ്ണൻ പോറ്റി തിരിച്ചു കൊണ്ടുവന്നതാണോ എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അവിടെയാണ് ദേവസ്വം ബെഞ്ച് നിർദ്ദേശിച്ചിട്ടുള്ള, ഉത്തരവിട്ടിട്ടുള്ള, SITയോട് പറഞ്ഞിട്ടുള്ള ഈ 5 പരിശോധനകളുടെ പ്രാധാന്യം വലിയ തോതിൽ വർദ്ധിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. കാരണം ഈ പരിശോധന കഴിയുന്നതോടുകൂടി ഈ സ്വർണം പൊതിഞ്ഞ് പുറത്തേക്ക് കൊണ്ടുപോയിട്ട് സ്വർണം പൂശി തിരിച്ചു കൊണ്ടുവന്നതാണോ എന്നുള്ള കാര്യത്തിൽ കൃത്യമായൊരു തീർപ്പുണ്ടാകും എന്നുള്ളതാണ്. ഈ പരിശോധനകൾ കഴിയുമ്പോൾ കൃത്യമായി പറഞ്ഞാൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ സ്വർണം വിറ്റതാണോ എന്നുള്ള കാര്യത്തിൽ അന്തിമമായ ഒരു തീരുമാനം വരും എന്നുള്ളതാണ്. സ്വാഭാവികമായി ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ സ്വർണം പൊതിഞ്ഞതെല്ലാം കൊണ്ടുപോയി വിറ്റിട്ട് സ്വർണം പൂശിയതാണ് തിരിച്ചു കൊണ്ടുവന്നത് എന്ന് വരുമ്പോൾ ഈ സ്വർണ്ണ പെരുങ്കൊള്ള നടന്നു എന്നുള്ളത് ഏതാണ്ട് പൂർണ്ണമായും അംഗീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും. കാരണം ഇപ്പോഴും ആ കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. ആ വ്യക്തത വരുത്താൻ വേണ്ടിയിട്ടാണ്, ആ ലൂപ്പ് ഹോൾ പ്ലഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് SITയോട് ഈ 5 നിർണായകമായിട്ടുള്ള പരിശോധനകൾ നടത്താൻ പറഞ്ഞത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ പരിശോധന നടക്കുന്നതിനെ തുടർന്ന് ഈ പൊതിഞ്ഞ സ്വർണം കൊണ്ടുപോയി വിറ്റു എന്ന് തെളിയുമ്പോൾ ഈ പെരുങ്കൊള്ളയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം തീരുമാനിക്കപ്പെടും. രണ്ടാമത് പിന്നീട് വിറ്റത് ആർക്കാണ് എന്നുള്ളത് തെളിഞ്ഞാൽ മതി. അത് ഇന്ത്യയിലാണോ അത് വിദേശത്താണോ എന്നുള്ളത് തെളിഞ്ഞാൽ മതി. വിറ്റു എന്നുള്ളത് അല്ലെങ്കിൽ വിറ്റതാണോ എന്നുള്ള ഹൈക്കോടതിയുടെ സംശയം ഈ അന്വേഷണങ്ങൾ നടന്നു കഴിയുമ്പോൾ വ്യക്തമാകും. അത് വലിയൊരു മുന്നോട്ട് പോക്കായിരിക്കും ഈ അന്വേഷണത്തിൽ ഉണ്ടാക്കുക. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി 5 പരിശോധനകൾ നടത്താൻ SITയോട് പറഞ്ഞിട്ടുള്ളത്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ മണ്ഡലകാലം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ പരിശോധനകൾ SIT പൂർത്തിയാക്കിയിട്ടുണ്ടാവും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞാനിതോ വാർത്തയിൽ കേട്ടത് ഫോറൻസിക് ഡയറക്ടർക്ക് ഇത് പെട്ടെന്ന് ഇതിന്റെ റിസൾട്ട് തരണം എന്ന് പറഞ്ഞിട്ട് SITയുടെ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള ശശിധരൻ കത്തെഴുതിയിട്ടുണ്ട് എന്ന് നമ്മൾ കേൾക്കുന്നു. എന്തായാലും ഡിസംബർ 3 കേരള ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് അടുത്ത സിറ്റിംഗ് നടക്കുന്ന സമയത്ത് ഇത് സംബന്ധിച്ചുള്ള ഒരു ഉത്തരവും കൂടി നമുക്ക് കിട്ടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഇത് പെരുങ്കൊള്ള നടന്നിട്ടുണ്ടോ എന്നുള്ളത് സംബന്ധിച്ചിട്ട് നിർണായകമായിട്ടുള്ള ഒരു ചുവടുവെപ്പാണ് ഈ നവംബർ 5 ഈ ദേവസ്വം ബെഞ്ചിന്റെ 8ാമത്തെ വിധിന്യായത്തിലെ 29ാം പാരഗ്രാഫിൽ SIT നടത്തണം എന്ന് ഹൈക്കോടതി ഉത്തരവിട്ട 5 സുപ്രധാന പരിശോധനകൾ എന്ന് മാത്രം ആണ് നമുക്ക് ഇപ്പോൾ നിരീക്ഷിക്കാൻ കഴിയുക.